ഭാരതാംബയുടെ മക്കളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ്റെ വീട്ടിൽ കയറി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ രീതിയിലുള്ള അറ്റാക്കാണ്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മോക്ട്രിലിനെ പ്രതീക്ഷിച്ച് മോക്ട്രിലോ കഴിഞ്ഞ് വലിയ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിരുന്ന പാകിസ്ഥാൻ മോക്ട്രിലിന് മുൻപ് മണിക്കൂർ മുമ്പിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ മസൂദ് അസറിൻ്റെ കുടുംബത്തെ തീർത്തു എന്നുള്ളതാണ്. കാരണം മസൂദ് അസർ ഇത്രയും വലിയൊരു അറ്റാക്ക് അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ പഹൽഗാമിലെ 26ഓളം വരുന്ന ഇന്ത്യയുടെ മക്കളുടെ നെറ്റിയിൽ ചൂണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ നരേന്ദ്രമോദിയോട് പോയി പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നരേന്ദ്രമോദിയോട് പോയി പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14ഓളം ദിവസം ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കണം, ഇത് ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. 14 ദിവസം സമയം കൊടുത്തു. അവരതിനെ അത് ചെവിക്കൊണ്ടില്ല എന്നത് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, പിന്നെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് അവർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് അണുവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയാണ് അവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഇന്ത്യയിൽ പാകിസ്ഥാൻ മാത്രമാണ് ഈ ടെററിസം വളർത്തുന്നത്. ടെററിസത്തെ വളർത്തുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏക രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്.